ശിവഭഗവാന് വളരെയധികം പ്രധാനപ്പെട്ട പൂക്കളിൽ ഒന്നാണ് എരിക്കിൻ പൂക്കൾ. ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്നതാണ്. ഈ വെളുത്ത നിറത്തിലുണ്ടായിരുന്ന ഈ എരിക്കിൻ പുഷ്പങ്ങൾക്ക് നീല നിറം വന്നത് എങ്ങനെയാണെന്നും അതിന് ഈ വിഷാംശം എങ്ങനെ വന്നു എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പണ്ട് ദുർവാസാവിൻ്റെ ശാപത്താൽ ജരാനരകൾ ബാധിച്ച് ദേവന്മാർക്ക് അവരുടെ ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമൃത് പാനം ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അമൃത് പാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലാഴി മഥനം നടക്കുന്നത്. എന്നാൽ ഇങ്ങനെ പാലാഴി മഥനം നടക്കുന്ന സമയത്ത് അതിൽ നിന്നും കാളകൂടം എന്ന് പറയുന്ന ഒരു വിഷം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായും 5 തരം ഘോര വിഷങ്ങളാണ് ഉള്ളത്. കാളകൂടം, മുസ്തകം, വസ്തനാഭം, ശംഖകർണി, ശൃംഗി എന്നിങ്ങനെയാണ് ഈ 5 വിഷങ്ങൾ. അതിൽ ഏറ്റവും ഘോരമായിട്ടുള്ള വിഷം എന്ന് പറയുന്നത് ഈ കാളകൂട വിഷമാണ്. കാലിനെ പോലും ദഹിപ്പിക്കാൻ കഴിയുന്ന വിഷമായതുകൊണ്ടാണ് ഇതിന് കാളകൂട വിഷം എന്ന് പേര് വന്നത്. ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ശിവൻ കൈക്കുമ്പിളിൽ അത് ഏറ്റുവാങ്ങുകയും പാനം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് അതിലൊരൽപ്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരിക്ക് എന്ന ചെടിയിൽ വീഴുകയുണ്ടായി. അങ്ങനെ എരിക്കിന് വിഷാംശമുണ്ടാവുകയും വെള്ള നിറം മാറി അതിന് നീല നിറം ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്രകാരം ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിഷം ഏറ്റുവാങ്ങിയ ശിവഭഗവാനോടൊപ്പം എരിക്കുമുണ്ടായിരുന്നത് കൊണ്ടാണ് എരിക്കിന് ഇത്രയധികം പ്രാധാന്യം, ശിവപൂജയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചത്. ഈ എരിക്കിൻ പൂക്കളിലെ വിഷം നീക്കിയാണ് രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ തടി, വേര്, ഇല എന്നിവയെല്ലാം വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ്. മിക്കവാറുമുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളുടെ പരിസരത്തും ശുദ്ധമായ സ്ഥലങ്ങളിൽ മാത്രമാണ് എരിക്ക് വളരാറുള്ളത്. ആഭിചാര കർമ്മത്തെ പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലെയുള്ള ഫലം ഏൽക്കാതിരിക്കുന്നതിനും എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഗണപതി ഭഗവാനും എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഭഗവാനെ എരിക്കിൻ്റെ വേരിൽ കറുകമാല കെട്ടി ചാർത്തുന്നത് സർവ്വവിഘ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നതിന് നല്ലതാണ്. ഓം നമഃ ശിവായ. എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.